ഗാസയിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ അവിടുത്തെ ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾ, അതിലൂടെ നിരവധി പേർ വിറങ്ങലിച്ച് ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥ, അതിനെക്കുറിച്ച് UN-ന് ചർച്ച ചെയ്യാൻ ഒന്നുമില്ലേ എന്ന ചോദ്യം യൂറോപ്പിലെ ചില രാജ്യങ്ങൾ ചോദിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഇപ്പോഴത്തെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം പോലെയാണത്. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഫലസ്തീന് സ്വതന്ത്ര രാജ്യം എന്ന അവരുടെ ചിരകാല അഭിലാഷം അത് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചു കൊടുക്കണം. ചില രാജ്യങ്ങൾ ഫലസ്തീനെ ഇതുവരെയും സ്വതന്ത്ര രാജ്യമാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവർ ഇസ്രയേലിൻ്റെ ചെയ്തികളോടൊപ്പം നിൽക്കുന്നു. അത് ശരിയായ രീതിയല്ല. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗമായിട്ടുള്ള രാജ്യമാണ്. അവർ പറയുന്ന നിലപാടുകൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. അവരിപ്പോൾ പറയുന്നത് ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗം മാത്രമാണ് ഹൂതികളുടെയും ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ പോരാട്ടം. ഇവരാരും ഭീകരവാദികളല്ല. നമുക്കറിയാം, പാരീസിൽ നിരന്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ള കാലമുണ്ട്. ഫ്രാൻസ് അത്ര സമാധാന രാജ്യമൊന്നുമല്ല. അവിടെ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ യൂറോപ്പിലെ ഏറ്റവും സങ്കീർണമായ പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള രാജ്യം, ഫ്രഞ്ച് വിപ്ലവം ഉൾപ്പെടെ ലോകത്താകമാനം വിപ്ലവങ്ങളുടെ നാട് എന്ന് തന്നെയാണ് ഫ്രാൻസിനെ അന്നും ഇന്നും അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇമ്മാനുവൽ മാക്രോണിനെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട എന്നുള്ളതാണ്. ജോർജിയ മെലോനി ആയിരുന്നാലും കെയർ സ്റ്റാമർ ആയിരുന്നാലും അവരെല്ലാവരും ഒത്തൊരുമിച്ചാലും ഫ്രാൻസിനെ തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് കാരണം ഫ്രാൻസ് എടുക്കുന്ന ഉഭയകക്ഷി ചർച്ചകളും ബന്ധങ്ങളും തന്നെയാണ്. ഫ്രാൻസിന് ഏതൊക്കെ രീതിയിലുള്ള സ്ട്രാറ്റജിയാണുള്ളത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചും ഇമ്മാനുവൽ മാക്രോണിൻ്റെ ഉഭയകക്ഷി ചർച്ചകൾ, ബന്ധങ്ങൾ, അദ്ദേഹത്തിനുള്ള ഡിപ്ലോമസി എന്ന് പറയുന്നത് അത് താരതമ്യപ്പെടുത്താൻ പോലും കഴിയില്ല. ഇത്രയും വലിയ ശക്തരാണ് എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് പോലും അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന നയതന്ത്രപരമായ കാര്യങ്ങൾ പലതും വിജയത്തിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പലപ്പോഴും നാണം കെട്ടു പോകുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ, ട്രംപിൻ്റെ തീരുമാനങ്ങൾ പലതും അത് വളരെ ഗൗരവത്തോടെ വളരെ ആത്മാർത്ഥതയോടെ എടുക്കുന്നതായി മറ്റുള്ളവർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. അതാണ് ട്രംപിനെ കുറിച്ച് പോരായ്മയായി എല്ലാവരും പറയുന്നത്. തനിക്ക് നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി ഒരറ്റത്ത് സമാധാന ചർച്ച നടത്തുന്നത് പോലെ അഭിനയിക്കുന്നു, മറ്റൊരറ്റത്ത് ആക്രമണത്തിന് വേണ്ടിയും യുദ്ധ വെടിക്കോപ്പുകളും വിറ്റഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെയാണ് മാക്രോൺ പ്രധാനപ്പെട്ട ഒരു കവാടമായി, യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഒരു പ്രത്യേക മനോഭാവമുള്ള നേതാവായി മാറിയിരിക്കുന്നത്. ഇത് യൂറോപ്യൻ യൂണിയനെ മാത്രമല്ല അമേരിക്കയും വെട്ടിലാക്കുകയാണ്. കാരണം ഇസ്രയേലിൻ്റെ കൊടും ക്രൂരതകളെ ഏറ്റവും അധികം ശക്തമായി എതിർക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി ഫ്രാൻസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു.